ഹായ് ദാ അച്ഛൻ. ഞാൻ ഫ്രണ്ടിൽ കയറും. ബൈ. എന്നാ ശരി, നാളെ കാണാം. ഓക്കേടാ ബൈ. ഇതെന്ത് ഗെയിമാടാ? നടക്കട്ടെ. ഓ, വന്നതും തുടങ്ങി ഫോണിൽ കളിക്കാൻ. നിന്നെപ്പോൾ ശരിയാക്കി തരാം ഞാൻ. ശ്രീയേട്ട എത്ര തവണ പറഞ്ഞു ഇവൻ്റെ കയ്യിലിങ്ങനെ ഫോണ് കളിക്കാൻ കൊടുക്കരുതെന്ന്? അച്ഛാ, ഞാൻ കുറച്ചു നേരം കൂടിയും കളിച്ചിട്ട് നിർത്താം. അവൻ കളിച്ചോട്ടടി. നിന്റെ ഫോണിങ്ങ് തമ്മാതി കളിച്ചത്. നിന്റെ കളിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങളാ ഇവരെങ്ങനെ വഷളാക്കുന്നത്. ഇത്തവണ നല്ല മാർക്കമ്മ വാങ്ങിക്കൊണ്ട് വന്നിരിക്കണത്. PT മീറ്റിങ്ങിന് നിങ്ങൾ പോയാൽ മതി. ഇനി നീ കളിക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. കുട്ടികളല്ലടി, അവർ കളിച്ചു വളരട്ടെ. കുട്ടികൾ കളിച്ച് വളരട്ടെ, പക്ഷെ അത് ഈ ഫോണിലല്ല, മണ്ണിൽ കളിക്കട്ടെ. നീ എന്തോ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞില്ലേ? പുതിയ സാരി വാങ്ങാൻ പോയോ? ഇല്ല, നാളെ പോവാം. ഹലോ, ആരാ? ദയാ, എത്രയായി വിളിച്ചിട്ട്? എവിടെയാ ഇപ്പോ? ഇവിടെ ഉണ്ടോ? അയ്യോ, ഇന്ന് ലീവ് ഇട്ടില്ലല്ലോ. എന്നെ ഒന്ന് മായയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? ഇന്ന് ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോവാനുള്ളതാ. ശരി. എവിടെയാ നിൽക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, വരാം. അച്ഛൻ, നമുക്ക് അമ്മയെ കൂട്ടണ്ട. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അവിടെ പിക്ക് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും റെഡിയാവും. ശരി. ഹലോ, നീ എവിടെ എത്തി? വേഗം വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ കേട്ടോ.
ഹായ് ദയ. ഹായ് ശ്രീ. കയറൂ. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഹേ ഇറ്റ്സ് ഓക്കെ ഡിയർ. മോനെ സ്കൂൾ വിടാണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. അത് സാരമില്ല. ഒരുപാട് കാലമായില്ലേ നമ്മൾ മീറ്റ് ചെയ്തിട്ട്. എന്നാലും പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാവരെയും ഞാൻ ഓർക്കാറുണ്ട്, പ്രത്യേകിച്ച് നിന്നെ. എൻ്റെ പഴയൊരു ആഗ്രഹം പറയട്ടെ. ഹാ പറ. നമുക്കിന്ന് വീട്ടിൽ പോകണ്ട, പിന്നെ വേറെ എവിടെയെങ്കിലും അന്ന് പറഞ്ഞ പോലെ റിസോർട്ട്, പാർക്ക്, അങ്ങനെ എവിടെയെങ്കിലും പോവാം. നമ്മൾ അന്ന് കണ്ട കുറേ മോഹങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ നമുക്ക് നടത്തണ്ടേ? അതെന്തെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാക്കണ്ടേ? ഡീൽ. യാ. എന്നാ പിന്നെ പോവല്ലേ? ഹലോ. ആ സർ. ഞാനിന്ന് ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, നമുക്ക് ഈവനിങ് ആയിട്ടും കാണാം. ഓ ശരി ശരി. ട്രൈ എന്തായാലും ചെയ്യുമ്പോഴാണോ ഫോണിൽ സംസാരിക്കണത്? ഇനി ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ പോകുമ്പോൾ തരാം. എത്ര കളിച്ചാലും നീ എൻ്റെ അത്ര സ്കോറൊന്നും എടുക്കില്ല. അതെ, ഇന്നലെ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മ ആപ്സൊക്കെ ഡിലീറ്റ് ആക്കി. അതിനൊക്കെ ഒരു സൂത്രമുണ്ട്, അത് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നീ എൻ്റെ കൂടെ വാ. ആദ്യം നീ പ്ലേ സ്റ്റോർ പോയി കഴിഞ്ഞാൽ അതിൽ നിനക്ക് കളറുള്ള ഒരു ബട്ടൺ കിട്ടും. ആ ബട്ടൺ പോയി കഴിഞ്ഞാൽ മെനു ഓപ്ഷൻ കിട്ടും. ആ മെനു ഓപ്ഷനിൽ നിനക്ക് ഇൻസ്റ്റാൾ ലൈബ്രറി, ആ ഇൻസ്റ്റാൾ ലൈബ്രറി എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് പഴയ ഇൻസ്റ്റാൾ ചെയ്ത സംഭവങ്ങളുടെ ആപ്ലിക്കേഷൻ, ഗെയിംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി നിനക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് നിനക്ക് പഴയ നിന്റെ ഡിലീറ്റ് ചെയ്ത ഗെയിംസൊക്കെ കിട്ടുക. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വീട്ടിൽ പോയാൽ എന്തായാലും ചെയ്തു നോക്കാം. ഇനി നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. നീ ആരും കാണാണ്ട് മതിലിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. ആ ഓക്കെ. ഇതെന്താ സെൽഫിയോ? നിനക്ക് തമാശ. ഇതൊക്കെ എൻ്റെ മൊബൈൽ വെച്ചാലേ ഏട്ടൻ്റെ പാണി കിട്ടും. ആദ്യം ഈ ഫോട്ടോ ഒന്ന് നോക്ക്, എന്നിട്ട് കുറ്റം പറ. ആ, ഇത് കൊള്ളാം. ഇതാ വാ, നമുക്ക് റൂമിൽ പോകാം. ഇതാരേലും കണ്ട എൻ്റെ കുടുംബം തകരും. പിന്നെ എന്തിനാ എന്നെ വിളിച്ച്? നിന്നെ കാണാനല്ലേ വിളിച്ചത്. എന്നാ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാം.
എന്തേ ഇങ്ങോട്ട് വായോ. എന്തേ ഈ സമയത്ത് ഗെയിം ഇൻസ്റ്റാൾ ആയില്ലേ? ആയി, പക്ഷെ വേറെ ഗെയിമാ വരുന്നത്, പിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ, എന്നാൽ അത് വൈറസ് ആയിരിക്കും. വൈറസ് കയറിയാൽ പിന്നെ ഫോൺ ഹാങ് ആവും. ഓൾ ഫയൽ സെൻഡിങ് എന്നാ കാണുന്നത്. ആ, അത് നിന്റെ അച്ഛൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യാണ്. നീ പേടിക്കണ്ട, നീ ചെന്ന് അത് ക്യാൻസൽ ചെയ്യേ. എന്നാ ഓക്കെ, ശരിടാ. ആ ശരി. നിന്റെ വാട്സപ്പിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിന്റെ ഭാര്യയ്ക്ക് ഞാൻ അയക്കുന്നുണ്ട്. വൈകാതെ സോഷ്യൽ മീഡിയയിലും അത് പ്രചരിക്കും. ഇതോടുകൂടി നിന്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കും. ഇനി മരിക്കണോ ജീവിക്കണോ എന്ന് നിനക്ക് ആലോചിക്കാം. ശ്രീയേട്ടാ, മായനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ആ ശരി, നീ പോ. ഹലോ എടാ, നീ എവിടെയാ? എടാ, എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് പോലെ ഒന്നുണ്ടടാ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അത് വേണ്ട, സൈബർ സെല്ലിൽ പരാതിപ്പെട്ട വേറെ പ്രശ്നമുണ്ട്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. നീ ഇപ്പം എന്നെ വീഴ്ത്തിയിട്ടേനെ. ശരി, നാളെ കാണാം. ബൈ. ശ്രീയേട്ടാ, 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 എനിക്ക് ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടാ, എന്നെ പറ്റിയത് ശ്രീയേട്ടാ. മോനെ ഗോപു, മോനെ വേഗം വാ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടാ, മോനെ അച്ഛൻ, ശ്രീയേട്ടാ, മോനെ അച്ഛൻ, ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടാ, 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 എനിക്ക് ശ്രീയേട്ടാ, ശ്രീയേട്ടാ. എന്താ എന്ത് പറ്റി? Are you okay? ഓക്കെ, നമുക്ക് വീട്ടിൽ പോവാം. Okay. ഇതാണ് എൻ്റെ വീട്. ഇരിക്കട്ടോ, ഇപ്പം വരാം, ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ഭാര്യ രേവതി. Hi. ഒരു കൊച്ചുണ്ട്, അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. Oh, nice. എന്താ കുടിക്കൂ. Thank you. രഘു, ഞാൻ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടാണത് ദയ, എൻ്റെ കോളേജ് മേറ്റ് ആണ്. ഇവിടെ വന്നപ്പോൾ കാണാൻ വന്നതാ. ആ, അതെയോ? നീ റെഡിയല്ലേ? നമുക്കൊന്ന് ഇറങ്ങിയാലോ? ആ ശരി. ആ എന്നാ പോവാം. നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം.
അച്ഛൻ്റെ മൊബൈലൊന്ന് എടുക്കട്ടെ. ഇനി മൊബൈലൊന്നും കളിക്കണ്ട. കുട്ടികൾ മൊബൈലിൽ കളിച്ചാൽ അത് അച്ഛന്മാർക്ക് ദോഷമാണ്.